അതെ, കാലത്ത് ടി വി ന്യൂസിലുണ്ടായിരുന്നു, പത്രങ്ങളിൽ എല്ലാ പത്രത്തിലും ഉണ്ടായിരുന്നു. നീ നല്ല കളിക്കാരനാണ്, നല്ല വിദ്വാനാണ്, നല്ല മകാനാണ്. കൊട്ടുകാലം മോശം പറഞ്ഞ എന്താ പറഞ്ഞ വികലൊക്കെ മനുഷ്യൻ മകളാണ് കൊട്ടാൻ കൊണ്ടുവന്ന് ഡീസെന്റായ കൊട്ടുകാരനാണ്. കൊട്ടുകാരനെ കുറ്റം പറയാൻ കാര്യം എന്താ? നീ ആരെ വരാൻ പറഞ്ഞ ആരാ വന്ന് കൊട്ടിയതായ കൂടുതൽ മാണിക്കം തന്നെ കണ്ട് മനസ്സിലായി തന്നെ നാടവിടെ വീടവിടെ വരാൻ കാരണം ആളെ പറ്റുന്നു. നിന്റെ രാജ്യം എവിടെയാ? പട്ടിയിൽ പഠിക്കുന്ന വിശ്വാസരായ കാര്യത്തിലാണ് നീ. തമ്പുരാന്റെ കാര്യവും ഉടമസ്ഥനായാലല്ല ഒരാളുടെ അനുഭവം കൊണ്ട് അയാൾ എപ്പോ പണിയിൽ മുടിയിൽ പോകും. ഏറ്റവും വിശ്വസനായ കാര്യസ്ഥൻ നീ ആയതുകൊണ്ട് നിന്റെ കയ്യിൽ തന്നെ തരും. രാവിലെ നേരത്തെ വന്ന അയാൾ തിരിച്ചു വാങ്ങിച്ചു പോയാലോ? പിന്നെ എന്തിനാ ഒരു വേണ്ടാത്ത നിൽക്കുന്നത്? നീ ഇവിടെ വരാൻ കാരണം അച്ഛനും അമ്മയ്ക്കും ഒരേ ഒരു മകനാ. തലപ്പാറത്ത് തെങ്ങും പറ്റാൻ ഉണങ്ങി പെറുക്കി വെക്കണ ആളോ? അച്ഛനമ്മയ്ക്ക് മൂത്തും മുതിർന്ന മകനാണ് നീ. നല്ല പോലെ പഠിപ്പിച്ചില്ലേ? സുമാറിന് എത്ര വരെ പഠിച്ചു? 1ാം ക്ലാസ്സിന് വല്ല തല്ലുകൊള്ളാൻ പഠിക്കണം. 1 മുതൽ തൊട്ട് SSLC വരെ പഠിപ്പിച്ചു. പഠിപ്പങ്ങനെ പോരാന്നപ്പോ തോന്നിയോ? ബാലപാടി ഇവിടെ എവിടെയും പഠിപ്പിക്കേണ്ട. രാവിലെ നേരത്തെ വെള്ളമൊക്കെ പോയി എണ്ണ ഇറച്ചി വാങ്ങി മുടങ്ങാണ്ട് 6 മാസം കഴിക്കി. അല്ലെങ്കിൽ നിന്റെ അടുത്ത് നിന്നാ എനിക്കും ബാലപാട് വരും. ഉടനെ പോയി പാലക്കാട് വിക്ടോറിയ കോളേജിൽ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ അച്ഛൻ എന്നെയും കൂട്ടി ആ 8 മാസം ഞാൻ നോക്കുമ്പോ 8 മാസത്തിൽ അവിടെ 3 മാസമേ ഉള്ളൂ. ഇങ്ങനെ ഒരു മാസമുണ്ട് 8 മാസം. എത്ര അധ്യാപകരുണ്ടെങ്കിലും പ്രധാനപ്പെട്ട ആളുടെ അയാളുടെ പേരാണ് ഹെഡ് മാസ്റ്റർ. അയാളോട് തന്റെ അച്ഛനെന്താ പറഞ്ഞത്? ഇത്രയും കുട്ടികളുടെ മുൻപിൽ എന്റെ മകനെ ആരും അറിയാണ്ട് നിന്നെ ദഹിപ്പിക്കണമെങ്കിൽ കൂടെ എവിടെയും പറ്റില്ല. നേരെ തിരുവില്ലാമൻ ഐവർ മടത്തി കൊണ്ടുപോയ അവർ 4 കൊള്ളി വിറകും വെച്ചിട്ട് അവർ ഉദ്യോഗിപ്പിക്കും. 3ാം പക്കം ചാരം വാങ്ങി ഒരു തൊണ്ടിപ്പാനിട്ടിട്ടുണ്ട് എടുത്ത് വെച്ച് 11ാം പക്കം പുഴയിൽ ഒരിക്കൽ വീട്ടിൽ വന്ന് ഇറച്ചിയും കുമ്പളങ്ങിയും കഴിക്കാം.
ഇത്തരം ഈ കുട്ടികളുടെ മുൻപിൽ എന്റെ മകനെ ജയിപ്പിക്കണം. പഠിപ്പ് കഴിഞ്ഞ് വീട്ടിലിരിക്കുമ്പോൾ മണ്ണിലെ ഉദ്യോഗത്തിന് കാശാളിയ കടലാസ് മാത്രമല്ല വീടും വരെ അടക്കം വരും. എടാ PSC എക്സാം കഴിഞ്ഞ് അപ്പോയിന്റ്മെന്റ് ഓർഡർ വീടെത്തിച്ചു. കടലാസ് ഒപ്പം വന്നോ? പിന്നെ എന്തിനാ വിവരം കേട്ട കടലാസ് ഇങ്ങോട്ട് വന്ന്? നിന്റെ അച്ഛൻ എന്ത് പറഞ്ഞു? വെറുതെ തിരിഞ്ഞു മറിഞ്ഞു കളഞ്ഞ് ജീവിതം പാഴാക്കണ്ട. സ്വയം തൊഴിലിന് വേണ്ടി ലോൺ എടുത്തുവോ? ആൾക്കാർ ഈസാപ്പ് എടുത്തിട്ട് അടയ്ക്കാൻ വഴിയില്ലാണ്ട് രാവിലെ നേരെ പരിച്ചിട്ട് കൊടുപ്പോ കമ്പിളി പുഴു ലോൺ കൊടുത്താലും മാന്തിട്ടോടെ പട്ടുനൂൽ കൃഷി ചെയ്യാനുള്ള ലോൺ അപേക്ഷിച്ചു. പട്ടുനൂൽ പുഴു കൃഷി ചെയ്തിട്ട് വേണം അതൊന്ന് നൂലെടുക്കണം, വസ്ത്രങ്ങൾ ഉണ്ടാക്കണം, ശരീരത്തിൽ ധരിക്കണം. ഈ കമ്പിളി പുഴുവിന് പറ്റും. എന്നാലോ അതാര് പതയ്ക്കും? ഇന്നലെ വരെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ട് മാന്തി ചാകാനായപ്പോ എന്നിട്ട് എന്ത് ചെയ്തു? കൃഷിക്കാ അത് എന്ത് കൃഷി ചെയ്ത്? എടാ കഞ്ചാവ് കൃഷിയെ പിടിച്ച് പോലീസ് ഉള്ളിലിടല്ലേ? ഞാൻ പറഞ്ഞ പോലെ പോലീസുകാർ പിടിച്ചിട്ട് എന്ത് ചെയ്തു? 6 കൊല്ലം അതിനകത്ത് കൊണ്ടിട്ടു. പോലീസുകാർക്ക് എന്താ ഇത്ര സ്നേഹം വരാൻ കാരണം? അതിന്റെ ഉള്ളിലെ സകല പോലീസുകാര് ജീപ്പും കൊണ്ടല്ല പിന്നെ തന്നെ വരും. അത് നിന്നെ സ്നേഹം കൊണ്ടല്ല, നിന്നെ പേടി കൊണ്ടാണ്. അവർക്കും എനിക്ക് മാത്രമല്ല നിന്റെ കള്ള ബുദ്ധി എന്താണെന്ന് അറിയാം. നീ എവിടെയും പോയി ഒളിഞ്ഞിരുന്ന അവരുടെ പണി പോകും, കഞ്ഞുകുടി പൊട്ടും. അതാണ് പിന്നാലെ തന്നെ വരുന്നത്. 6 കൊല്ലം അതിനകത്ത് കിടക്കുമ്പോ 5 പൈസ പോലും വീട്ടിലേക്ക് അയച്ചേ കൊടുത്തിട്ടില്ല. ഇല്ലേ? നീ വരുമ്പോ എന്ത് കൊണ്ടുവന്ന്? വരുമ്പോ കണ്ടമാമല്ല മേലോട്ട് മാണിക്യമാമൻ കൊണ്ടുവന്നു. എടാ കാശുമാണ് കണ്ടമാനം കൊണ്ടുവന്നു. ഞാൻ എത്ര ഉറുപ്പ്യ കൊണ്ടുവന്നു? നീ കൊണ്ടുവന്നല്ലേ? 25 ലക്ഷം, 50 ലക്ഷം, 75 ലക്ഷം. അതൊന്നും കൂടി എന്താ കോടി കഴിഞ്ഞ ഞാൻ കളിക്കുമ്പോ വന്നതാണ്. കൊണ്ടതിന് വെച്ച് മുന്തിയ സംഖ്യ എത്രയുണ്ടായിരുന്നു? 9 ആളും കൂടി 3 ദിവസം മെനക്കെട്ടുണ്ട്. 9 ആളും കൂടി 3 ദിവസം മെനക്കെട്ടിരുന്ന എണ്ണിയാ. അതിൽ എത്രയും ഉണ്ടായിരുന്നു? 6 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. 6 ലക്ഷം രൂപയും കൊണ്ട് വീട്ടിൽ 6 ലക്ഷം രൂപ കൊണ്ട് വീട്ടിൽ വരുമ്പോഴേക്കോ എന്റെ ഡാഡിക്ക് അവൻ രാവിലെ പോയി കടന്നിറക്കാൻ ഒന്നുകിൽ അച്ഛൻ പറഞ്ഞാൽ നീ അപ്പൻ പറയും. നീ എങ്ങനെ പറയും? കാട്ടിയൊക്കെ പകലല്ലേ? പിന്നെ ഞാൻ ജോലിക്കൊക്കെ ജോലിക്ക് വേണ്ടി അവിടെ പോയി. ആദ്യം കിട്ടിയത് എവിടെ കിട്ടി? ആദ്യം കിട്ടിയത് എന്താ പറയുക? ചൂടിച്ചാർത്തിച്ചറിയാം എറണാകുളം. ഉടനെ പോയി എറണാകുളം. അവിടെ എന്താ ജോലി? കടലിൽ നിനക്ക് എന്തായിരുന്നു ജോലി? കപ്പലിന്റെ ജോലി പറയുമ്പോ അത് ഓടിക്കുന്ന ആളായിരിക്കോ? കപ്പിത്താനായിരിക്കോ? ഇല്ല, കാണാൻ ആയിരിക്കില്ല. കപ്പിത്തിന്. എടാ കപ്പിത്താൻ പറഞ്ഞത് ഓടിക്കുന്ന ആളാണ്. അതിന് കൊണ്ട് വീശുന്ന ആള്, അത് മെക്കാനിക്കുന്ന ആള്. അതൊന്നും എനിക്ക് എന്താ ജോലി? 6 മാസവും കപ്പല് പുറപ്പെട്ട് കൊച്ചി തുറമുഖത്തിൽ കപ്പൽ പുറപ്പെട്ട് സുമാർ സൗദി അറേബ്യത്തിൽ 6 മാസമാകും. കപ്പല് കേട് വന്ന് നിന്നാലോ മെല്ലെ ഇറങ്ങി തള്ളുക. ഇറങ്ങി തള്ള വരിവെള്ള ചാനൽ കൂടിയിട്ടാണ് അസ്കര പറഞ്ഞു. നമ്മൾ ഒരുപാട് പറയും. ഇനി ഇവിടെ വരാൻ കാരണമുണ്ടാ? അതെ. എന്താ നിന്റെ ഭാര്യയുടെ പേര്? പെണ്ണിന്റെ പേര് പൊട്ട, തന്റെ പേരെന്താണ്? എന്റെ പേര് ചാത്തൻ. അപ്പൊ കൂട്ടുകയാണോ?